നമസ്കാരം. 2-3 ദിവസം തുടർച്ചയായിട്ടുള്ള മഴയല്ലായിരുന്നു. മഴ കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ അടിയെല്ലാം ഒരുമാതിരി ആയിരിക്കും. ആ സമയത്തൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയൊക്കെ ഒന്ന് കിളച്ചു കൊടുക്കാമെങ്കിൽ ഈ ചെടികൾക്കൊക്കെ ഒരു ഗ്രോത്ത് പെട്ടെന്നുണ്ടാവും. ഈ കാബേജ് നടുന്ന സമയത്ത് ഞാൻ കുറച്ച് ചീരയും കൂടെ അതിൻ്റെ ഇടയ്ക്ക് നട്ടിരുന്നു. അതെന്തോ മയിൽപ്പീലി ചീരയെന്ന് പറയും. ആദ്യമായിട്ടാണ് ഞാനിത് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പാണ്. നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ കാബേജ് റെഡി ആകുമ്പോഴത്തേന് വളരുമ്പോഴത്തേന് നമുക്കതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കുറച്ച് ഇതുപോലെയുള്ള കിട്ടും. ഇപ്പോൾ അതിൻ്റെ ഇവിടെ വെണ്ട പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കും എന്തോ സുന്ദരിച്ചീര എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ടുണ്ട്. അതും ഒരുമാതിരി വളർന്നു വരുന്നു. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക.